ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, മൈ ഡിയർ ചിൽഡ്രൻ. പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചാനൽ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിലേക്ക് എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. 7ാം ക്ലാസ്സിൽ നിന്നും പ്രൊമോഷൻ ലഭിച്ച് 8ാം ക്ലാസ്സിലേക്ക് ഹൈസ്കൂൾ ലെവലിലേക്ക് എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനൽ സോഷ്യൽ സയൻസ് വിഷയത്തെ ഏറ്റവും സിമ്പിളായി, ഏറ്റവും നിങ്ങൾക്ക് ഈസിയായി പഠിക്കത്തക്ക രീതിയിൽ നോട്ടുകൾ തയ്യാറാക്കി, ടീച്ചറുടെ സ്വന്തം നോട്ടുകൾ തയ്യാറാക്കി നിങ്ങൾക്കുള്ള ക്ലാസ്സുകളാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനൽ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ഏറ്റവും സന്തോഷത്തോടെ ഈ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുവാൻ നമ്മുടെ ചാനൽ നിങ്ങളെ സഹായിക്കും, ടീച്ചർ നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇന്ന് മെയ് 1-ാം തീയതിയാണ്. മെയ് മാസം തന്നെ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. നമ്മുടെ സോഷ്യൽ സയൻസ് ഒരു നീണ്ട അല്ലെങ്കിൽ വളരെ വാസ്റ്റായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ നമ്മുടെ സമയപരിമിതി വളരെയേറെ നമ്മളെ ബാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മെയ് മാസം അവധിക്കാലത്ത് 1-2 ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിലേക്ക് എത്താനായിട്ട് റിവിഷനൊക്കെ നടത്തി നമുക്ക് ഫസ്റ്റ് ടൈം എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അപ്പം നമുക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുസ്തകം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നതാണ്. നമുക്കറിയാം, കേരള സിലബസ് 8ാം ക്ലാസ്സിൻ്റെ പുതിയ പുസ്തകം നിലവിൽ വന്നത് കഴിഞ്ഞ അധ്യയന വർഷമാണ്. 2025-26 കഴിഞ്ഞ വർഷമാണ് നമ്മുടെ ഈ പുതിയ പുസ്തകം നമുക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വർഷം നമുക്ക് ഇതേ പുസ്തകം തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ നമ്മുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. സോഷ്യൽ സയൻസിന് 8ാം ക്ലാസ്സിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രമേ ഉള്ളൂ, സോഷ്യൽ സയൻസ്. അതിന് 2 പാർട്ടുകളുണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2ഉം. എന്തിനാണ് നമ്മുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിന് 2 പാർട്ടുകളായിരിക്കുന്നത്? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ 5, 6, 7 ക്ലാസ്സുകളിലൊക്കെ 2 പാർട്ട് പുസ്തകങ്ങളാണ് പഠിച്ചത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ വെയിറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി അതിൻ്റെ പേജസ് നിങ്ങൾക്ക് വെയിറ്റ് കൂടുന്നത് കൊണ്ട് നിങ്ങളുടെ സ്കൂൾ ബാഗിൽ വലിയ തടിച്ച പുസ്തകങ്ങളിരുന്നാൽ അത് നിങ്ങൾക്ക് ക്യാരി ചെയ്യാനും നിങ്ങൾക്ക് കൊണ്ടു നടക്കാനും ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനെ 2 പാർട്ടുകളാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ പാർട്ട് 1 പുസ്തകത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. പാർട്ട് 1 പുസ്തകത്തിൻ്റെ അതിൻ്റെ കവർ പേജ് കഴിഞ്ഞു വരുന്ന 2ാമത്തെ പേജ് ഈ രീതിയിലാണ് ഇരിക്കുക. സോഷ്യൽ സയൻസ് പാർട്ട് 1 സ്റ്റാൻഡേർഡ് 8. ഓക്കെ, അപ്പോൾ നമ്മുടെ എംബ്ലം ഒക്കെ ഉണ്ട്. 2025 ഈ പുസ്തകം, ഈ പുതിയ പുസ്തകം ലഭിച്ചത്. അതുകൊണ്ട് അതിൻ്റെ ഇയറോട് കൊടുത്തിട്ടുണ്ട് 2025. പാർട്ട് 1 പുസ്തകത്തിലെ എത്ര ചാപ്റ്ററുകൾ നമുക്കുണ്ടെന്ന് നമുക്ക് നോക്കാം. പാർട്ട് 1 പുസ്തകത്തിലെ നമുക്ക് 7 ചാപ്റ്റേഴ്സാണുള്ളത്. 7 ചാപ്റ്റേഴ്സ്. ചാപ്റ്റർ 1 ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, അതാണ് നമ്മുടെ ചാപ്റ്റർ 1. അതായത് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യന്മാരെ പറ്റിയും അതിലേറ്റവും പ്രധാനമായും പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ, ഈ 3 യൂറോപ്യൻ രാജ്യങ്ങളെ പറ്റിയും അതിന് അനുബന്ധമായുണ്ടായ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കായിട്ടുള്ള ഇവൻസും ചേർത്തുള്ള അതിൻ്റെ ഇമ്പാക്റ്റും ഒക്കെ ചേർത്തുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. ഓക്കെ, എത്ര പേജസ് ഉണ്ടെന്ന് നോക്കിയേ. 7th പേജ് തൊട്ട് 26th പേജ് വരെ ഒരു വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്
ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. ഓക്കെ. സെക്കൻഡ് ചാപ്റ്റർ ടുവാർഡ്സ് ദ എമർജൻസ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും ഒരു പോർഷനാണ് അവിടെ തന്നിരിക്കുന്നത്. നാഷണൽ മൂവ്മെൻറ്റുമായിട്ട്, നമ്മുടെ ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട, നാഷണൽ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ്. അതിൻ്റെ പേജസ് നോക്കിക്കേ, 27 മുതൽ 42 വരെ. ദെൻ മൂവ്മെൻറ്റ്സ് ഓഫ് ദി എർത്ത്, റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. ജോഗ്രഫിയിൽ നിന്നുള്ള ഒരു ചാപ്റ്ററാണ് തേർഡ് ചാപ്റ്റർ. എർത്തിൻ്റെ മൂവ്മെൻറ്റ്സ്, റൊട്ടേഷൻ, റെവല്യൂഷൻ പോലെയുള്ള എർത്ത് മൂവ്മെൻറ്റ്സിനെ ഒക്കെ സംബന്ധിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ. അത് ജോഗ്രഫിയാണ്. ഓക്കെ. ഫസ്റ്റും സെക്കൻഡും ഹിസ്റ്ററിയാണ് നിങ്ങൾക്കറിയാം, തേർഡ് ജോഗ്രഫി. ദെൻ ഫോർത്ത് ചാപ്റ്റർ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദി ഇക്കോണമി. നമുക്ക് ഇക്കണോമിക്സിൽ നിന്നുള്ള, നമുക്കറിയാം സോഷ്യൽ സയൻസ് പല ചെറിയ സബ്ജക്റ്റുകളുടെ ഒരു സമ്മേളനമാണ് സോഷ്യൽ സയൻസിൽ. അതിന് ബ്രാഞ്ചസ് ആയിട്ട് ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രപ്പോളജി, സൈക്കോളജി, അങ്ങനെ അനേകം വിഷയങ്ങളുണ്ട്. അതിലെ എക്കണോമിക്സ് എന്ന വിഷയത്തിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദി ഇക്കോണമി. ദെൻ ഫിഫ്ത്ത് ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ്. നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ചില വിഷയങ്ങളാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. സിറ്റിസൺസിന് ലഭിക്കുന്ന റൈറ്റ്സ് എന്തൊക്കെ, ഡ്യൂട്ടീസ് എന്തൊക്കെ. വളരെ മനോഹരമായൊരു ചാപ്റ്ററാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഫിഫ്ത്ത് ചാപ്റ്റർ. ഓക്കെ. ദെൻ സിക്സ്ത് ചാപ്റ്റർ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. നമ്മുടെ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ്, അഗ്രികൾച്ചറൽ റിസോഴ്സസ്, മിനറൽ റിസോഴ്സസ്, എനർജി റിസോഴ്സസ്, ഇങ്ങനെ അനേകം റിസോഴ്സസിനെ സംബന്ധിച്ചും അതിനെ എങ്ങനെ സസ്റ്റൈനബിളായിട്ട് കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുമുള്ള ഒരു ചാപ്റ്ററാണ് സിക്സ്ത് ചാപ്റ്റർ. ദെൻ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ, സെവൻത് ചാപ്റ്റർ മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻസ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ പ്രസൻറ്റ് വേൾഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മീഡിയ. അപ്പോൾ മീഡിയയെ സംബന്ധിച്ചുള്ള ഒരു ചാപ്റ്ററാണ് അത്. കഴിഞ്ഞ സിലബസുകളിലൊന്നും ഉൾപ്പെടാഞ്ഞ ഈ സിലബസിൽ പ്രത്യേകം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻസ്. അപ്പോൾ അതാണ് സെവൻത് ചാപ്റ്റർ. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മുടെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക്. ഇപ്പോൾ 7 ചാപ്റ്റർ വരെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഘനം, അതിൻ്റെ വെയിറ്റ് വളരെ കുറവാണ്. അത്രയും പേജസ് ആണ് അതിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ചില സിമ്പിൾസ് ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ സിമ്പിൾ നിങ്ങൾ നോക്കുക. അഡീഷണൽ റീഡിങ്ങിനാണ് ആ ഒരു പ്രത്യേക സിമ്പിളിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ അഡീഷണൽ റീഡിങ്ങിന് തന്നിരിക്കുന്നതാണ്. നമ്മൾ ലൈബ്രറിയിൽ പോയി പുതിയ പുസ്തകങ്ങളൊക്കെ തേടിയെടുത്ത് ആ വിഷയത്തെ സംബന്ധിച്ച് വായിക്കുന്നതിന് പകരം നിങ്ങളെ സഹായിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടി, അഡീഷണൽ റീഡിങ്ങിന് വേണ്ടി തന്നിരിക്കുന്നതാണ് ഈ പ്രത്യേക സിമ്പിളിൽ, ഫസ്റ്റ് സിമ്പിളിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മളുടെ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, നമ്മുടെ അറിവിലേക്ക് അഡീഷണൽ റീഡിങ്ങിന് തന്നിരിക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ലേണിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ളത് നോക്കിക്കേ. ആ ലേണിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ തീർച്ചയായിട്ടും ആ ആക്ടിവിറ്റീസ് ആ പഠന സമയത്ത് ചെയ്തിരിക്കണം. അത് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഒരു പക്ഷേ നമ്മുടെ എക്സാമിന് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് വരാം. കാരണം അതൊരു ലേണിംഗ് ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ അതിനെ അസസ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ. ദെൻ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് എന്നുള്ളത് നമ്മൾ ചെയ്യണം. അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്താൽ നമ്മുടെ നോളജ് വീണ്ടും വർദ്ധിക്കാനായിട്ട് സഹായിക്കും. അത് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് എന്നുള്ളത് നമ്മൾ ചെയ്യണം. പക്ഷേ അത് നമ്മുടെ അസസ്മെൻറ്റിന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഈ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നത് അത് നമുക്ക് ഗുണം ചെയ്യും. ഓക്കെ. ഇനിയും ലെറ്റസ് റീഡ് എന്നുള്ളത് നമ്മൾ തീർച്ചയായും വായിച്ചു വെക്കണം. അത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് വായിക്കാൻ തന്നിരിക്കുന്നതാണ് ലെറ്റസ് റീഡ്. ഓക്കെ. അപ്പോൾ അത് വായിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഓക്കെ, അപ്പോൾ ഈ സിമ്പിൾസൊക്കെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുന്നത് നമ്മുടെ ടെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുമ്പോൾ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 7ാമത്തെ ചാപ്റ്റർ വരെയാണ് ഫസ്റ്റ് പാർട്ടിൽ. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് പുസ്തകങ്ങളിലേക്ക് പോകാം. സെക്കൻഡ് പാർട്ടിൽ 8th ചാപ്റ്റർ തൊട്ടാണ് നമുക്ക് വരിക. സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ 2ാമത്തെ പേജാണ് ഇവിടെ തന്നിരിക്കുക. അവിടെ സെക്കൻഡ് പാർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 8th ചാപ്റ്റർ തൊട്ട് നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ ഹെഡിങ് നമുക്കൊന്ന് പരിചയപ്പെടാം. ടൈറ്റിൽ 8th ചാപ്റ്റർ നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള. നാഷണൽ മൂവ്മെൻറ്റിൽ, അതായത് ഫ്രീഡം സ്ട്രഗിളിൽ കേരളത്തിൻ്റെ പാർട്ടിസിപ്പേഷൻ. കേരളത്തെ 3ആയിട്ട് തിരിച്ചാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ട്രാവൻകൂർ, കൊച്ചി, മലബാർ. കേരളം എന്ന നമ്മുടെ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നതിന് മുമ്പ് ഇത് 3 ലോക്കൽ കിങ്ഡംസ് ആയിരുന്നു, ഈ ട്രാവൻകൂർ, കൊച്ചി ആൻഡ് മലബാർ. അപ്പോൾ ഈ 3 പ്രദേശങ്ങളും നാഷണൽ മൂവ്മെൻറ്റിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അതിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മുടെ 8th ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള, കേരള ഹിസ്റ്ററി എന്നുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് മസ്റ്റായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ്, കാരണം അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ്. ഓക്കെ, ഇനി 9th ചാപ്റ്ററിലേക്ക് വന്നേ. ഡെമോക്രസി, മീനിങ് ആൻഡ് സ്കോപ്പ്. അപ്പോൾ നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് നേഷൻ ആയതുകൊണ്ട് തന്നെ എന്താണ് ഡെമോക്രസി, അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ്. ഡെമോക്രസിയെ പറ്റിയുള്ള ഒരു ബേസിക് ചാപ്റ്ററാണ് ഡെമോക്രസി, മീനിങ് ആൻഡ് സ്കോപ്പ്. ദെൻ 10th ചാപ്റ്റർ യൂറോപ്പ് ഓൺ ദ വേൾഡ് മാപ്പ്. അപ്പം നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിലേക്ക് കൂടി പോകണം, അല്ലേ? നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി മാത്രം പഠിച്ചാൽ പോരാ, നമ്മൾ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങൾ കൂടി നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം വേൾഡ് ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ യൂറോപ്യൻ ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ടായി. യൂറോപ്പ് ഓൺ ദ വേൾഡ് മാപ്പ്, 10th ചാപ്റ്റർ. ഓക്കെ, ദെൻ 11th ചാപ്റ്റർ ഫ്യൂഡലിസം ആൻഡ് ദ മിഡീവിയൽ വേൾഡ്. നമുക്കറിയാം വേൾഡ് ഹിസ്റ്ററിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫ്യൂഡലിസം. എന്താണ് ഫ്യൂഡലിസം? മിഡീവിയൽ വേൾഡിലെ ഈ ഫ്യൂഡലിസം അതിനെ സ്വാധീനിച്ചു, എങ്ങനെ അഫക്റ്റ് ചെയ്തു, എന്താണ് ഫ്യൂഡലിസം, അത് എങ്ങനെയാണ് പ്രവർത്തിച്ചത്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു ചാപ്റ്ററാണ് 11th ചാപ്റ്റർ, ഫ്യൂഡലിസം ആൻഡ് ദ മിഡീവിയൽ വേൾഡ്. ഓക്കെ, ദെൻ 12th ചാപ്റ്റർ അഗ്രികൾച്ചറൽ സെക്ടർ ആൻഡ് ഇന്നൊവേറ്റീവ് ട്രെൻഡ്സ്. നമുക്കറിയാം അഗ്രികൾച്ചറിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ അഗ്രികൾച്ചർ. ഒരു കാലത്ത് നമ്മൾ അഗ്രികൾച്ചർ ചെയ്തിരുന്നത് നമുക്ക് വളരെ ലോ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന വളരെ പ്രിമിറ്റീവ് മെത്തേഡ്സ് ഉപയോഗിച്ചുള്ള അഗ്രികൾച്ചർ ആയിരുന്നു. എന്നാൽ ഇന്ന് മോസ്റ്റ് മോഡേൺ സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചുള്ള അഗ്രികൾച്ചർ. അപ്പോൾ ആ ഇന്നൊവേറ്റീവ് ട്രെൻഡ്സ്, അഗ്രികൾച്ചറിലെ ഇന്നൊവേറ്റീവ് വളരെ പ്രധാനപ്പെട്ട പുതുതായിട്ടുണ്ടായിരിക്കുന്ന സയൻറ്റിഫിക് ഇന്നൊവേറ്റീവ് ട്രെൻഡ്സിനെ സംബന്ധിച്ചുള്ള വളരെ മനോഹരമായൊരു ചാപ്റ്ററാണ് അഗ്രികൾച്ചറൽ സെക്ടർ ആൻഡ് ഇന്നൊവേറ്റീവ് ട്രെൻഡ്സ് എന്നുള്ള നമ്മുടെ 12th ചാപ്റ്റർ. ഓക്കെ, ഇനി നമ്മുടെ ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ 13. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? ബിൽഡിംഗ് ന്യൂ നേഷൻസ്. ബിൽഡിംഗ് ന്യൂ നേഷൻസ് എന്നുള്ള ഒരു പുതിയ ഭാഗം കൂടി നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് 13th ചാപ്റ്റർ. അതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആകുകയാണ്. അപ്പോൾ 13 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. 13 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഫസ്റ്റ് 6 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഫസ്റ്റ് ടേമിലേക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ടേമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ടീച്ചർ പറഞ്ഞത് നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ജൂൺ മാസം വരെ കാത്തിരിക്കേണ്ട, നമുക്ക് അല്പം മുൻപിലേക്ക് കയറി നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ പഠനം ആരംഭിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ ഈ ഒരു സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനൽ നിങ്ങളെ സഹായിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ടീച്ചറിനെ ഫോളോ ചെയ്യുക, ടീച്ചർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്ററും പല പാർട്ടുകളായിട്ടായിരിക്കും നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുക. മിക്കവാറും ഒരു ചാപ്റ്ററിന് ഒരു 5-6 വീഡിയോസ് ഉണ്ടാകും. 30 മിനിറ്റ് വീതമുള്ള വീഡിയോകളായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് കൊടുത്തിരിക്കും. അപ്പോൾ ആ പ്ലേലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് വീഡിയോകൾ
1 ബൈ 1 ആയിട്ട് വീണ്ടും 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 പഠിക്കാനും പിന്നീട് പഠിക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഓരോ പാർട്ടായിട്ടായിരിക്കും നമ്മുടെ ഓരോ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അല്ലാതെ ഒരു ചാപ്റ്റർ ഒറ്റ വീഡിയോയിൽ അങ്ങനെയല്ല. നമ്മുടെ ഒരു ചാപ്റ്ററിനെ പല സെക്ഷനായിട്ട് തിരിച്ച് പല പാർട്ടുകളായിട്ട് തിരിച്ച് ആ പാർട്ടുകളെ ഓരോ 30 മിനിറ്റ് വീഡിയോകളായിട്ടായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വളരെ സന്തോഷമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടീച്ചറിനെ ഫോളോ ചെയ്യുക. അടുത്ത ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ടീച്ചർ അടുത്ത വീഡിയോയിലെത്തും. അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ടീച്ചറിനെ ഫോളോ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്.